അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറയിൽ തേനീച്ച ആക്രമണം. ബൈക്ക് യാത്രികനും 3 പശുക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികനും 3 പശുക്കൾക്കും പരിക്ക്. മുട്ടത്തുപാറ സ്വദേശി സാബുവിന്റെ 3 പശുക്കളുടെ നേരെ വെള്ളിയാഴ്ച രാവിലെയാണ് വൻതേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. മുട്ടത്തുപാറ സ്കൂളിന് സമീപം നെടുഞ്ചാലിൽ എസ്റ്റേറ്റിലെ തെങ്ങിലാണ് വൻതേനീച്ചയുടെ കൂറ്റൻ കൂടുള്ളത്. വ്യാഴാഴ്ച ഇതുവഴി പോയ ഒരു ബൈക്ക് യാത്രികനും ആക്രമണത്തിനിരയായിരുന്നു. ക്ഷീരകർഷകനായ സാബുവിന് 6 പശുക്കളാണുള്ളത്. ഇതിൽ 3 എണ്ണത്തിനും തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ കറവയുള്ള 3 പശുക്കളിൽ 2 എണ്ണം ഗർഭിണികളുമാണ്. അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അവർ കൈമലർത്തുകയാണ് ചെയ്തതെന്നും കൂട് നശിപ്പിക്കുന്നതിന് 6000 രൂപയോളം ചെലവ് വരുമെന്നും പശു ഉടമ സാബു പറഞ്ഞു. പശുക്കൾ മേയാൻ വിട്ടതാണ്. അതിനകത്ത് ഒരു പശു 9 മാസം ഗർഭിണിയാണ്, ഒരെണ്ണം 3 മാസം ഗർഭിണിയാണ്. പിന്നെ 3 കറക്കുന്നതാണ്. 6 പശുക്കളുണ്ട് നിലവിൽ. അതിനകത്ത് 3 എണ്ണത്തിനാണ് ശരിക്കും കുത്തു കിട്ടിയിരിക്കുന്നത്. മറ്റേ ആനക്കുളവിയുടെ കൂടും ഉണ്ട്, വൻതേൻ്റെ ഈച്ചയുണ്ട്. ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫോറസ്റ്റുകാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഫോറസ്റ്റുകാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു കൂട് കത്തിച്ച് കളയണതിന് 3000 രൂപ വെച്ച് 2 കൂടിന് 6000 രൂപ കൊടുക്കണം എന്നുള്ള രീതിയാണ് പറയണത്. അതിപ്പോൾ എസ്റ്റേറ്റുകാരും അതിന് തയ്യാറായിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. എനിക്ക് ആകപ്പാടുള്ള വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 പശുക്കളെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഉപജീവനം നടക്കുന്നത്. ഇന്നലെ ഒരാളെ ബൈക്കിൽ പോന്നു കഴിഞ്ഞപ്പോൾ പൂമ്പാലം ലിസി റബേഴ്സിൽ ഡ്രൈവറായിരുന്നു. ബൈക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഈ ആനക്കുളവി കൊത്തി വീണു. പുള്ളി ഒരു കാറിൽ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. സമീപത്ത് തന്നെ മറ്റൊരു മരത്തിൽ കുളവിക്കൂടുമുണ്ട്. സ്കൂൾ കുട്ടികളും അധ്യാപകരും വഴിയാത്രക്കാരും തേനീച്ച ആക്രമണ ഭീതിയിലാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.